കേസ് ഒരു മീൻ അടിച്ച കേസ്. എൻ്റെ സ്റ്റിക്ക് ഒടിഞ്ഞു പോയി കേസ്. എൻ്റെ ദൈവമേ, സ്റ്റിക്ക് ഒടിഞ്ഞടി, ഒടിഞ്ഞു പോയി കേസ്. നമ്മുടെ 2500 രൂപയുടെ സ്റ്റിക്കായിരുന്നു കേസ്, ബ്രാവോടെ. ഷോ. ഹലോ മച്ചന്മാരെ, കൊച്ചത്ത് ഫിഷിംഗ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും കേസ്. മച്ചന്മാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മളൊക്കെ ഫിഷിങ്ങിന് പോയപ്പോൾ നമ്മുടെ ബ്രാവോടെ സ്റ്റിക്ക് ഒന്ന് ഒടിഞ്ഞു പോയി. അപ്പോൾ അതെന്തായാലും ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോവാണ്. അത് മാത്രമല്ല, നമ്മൾ ഫിഷിങ്ങിനോട് ജസ്റ്റ് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വെച്ചാൽ അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു മഴക്കാലമാണ് വന്നെത്തിയേക്കുന്നത്. അപ്പം മഴയായാലും വെയിലായാലും നമുക്ക് ഫിഷിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ മഴക്കാലം വന്നപ്പോൾ തന്നെ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് ഫിഷിങ്ങിന് പോയി. അത് നമ്മുടെ മുക്കത്താണ് ഫിഷിങ്ങിന് പോയത്. അന്ന് ചെന്നപ്പോൾ ഈ ആറ്റിലൊക്കെ നല്ല രീതിക്ക് വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എറിഞ്ഞുകൊണ്ടൊക്കെ ഇടുന്ന സമയത്ത് എല്ലാം ഒരു കോടിലോട്ട് അങ്ങ് ഒഴുകി അങ്ങ് പോകണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വലിയ രീതിക്ക് മീനൊന്നും അടിക്കുന്നില്ല. അപ്പോൾ എന്തായാലും അതിനും വലിയായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, എന്തായാലും അതിനും മഴക്കാലമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടേ അത് പറ്റത്തുള്ളൂ. പിന്നെ ഉള്ളത് നമുക്ക് ബൈക്ക് കാസ്റ്റിങ്ങിനാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് മണക്കയത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. മണക്കയത്ത് ചെന്നപ്പോഴത്തേന് നല്ലൊരു വിയറ്റ്നാം വരാലൊക്കെ കയറി അടിച്ച സമയത്ത് നമ്മുടെ സ്റ്റിക്ക് അങ്ങനെ 3 പീസായിട്ടാണ് ഒടിഞ്ഞു പോയത്. അപ്പോൾ എന്തായാലും എനിക്കിനിയും ആ ഒരു സ്റ്റിക്ക് ഒന്ന് റെഡി ആക്കാൻ വേണ്ടി നോക്കുവാണ്. ഓക്കെ, അപ്പോൾ എത്രമാത്രം അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത് റെഡി ആക്കിയിട്ട് നമ്മൾ എന്തായാലും നമ്മൾ ഒന്നുകൂടെ ആ ഒരു സ്പോട്ടിൽ പോയിട്ട് നമ്മളൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇനിയും മീൻ കിട്ടുമോ, നമ്മുടെ സ്റ്റിക്ക് വീണ്ടും എന്തായി തീരുന്നൊക്കെ അറിയാനുള്ള ത്വര കൊണ്ട് നമ്മൾ ഒന്നുകൂടെ പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു സ്റ്റിക്ക് എടുക്കാനുള്ള ബഡ്ജറ്റോ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഉടനെ തന്നെ പുതിയൊരു സ്റ്റിക്ക് നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കാണാനും മറക്കരുത്. അതിനോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ മുക്കത്ത് പോയിട്ട് എറിഞ്ഞുകൊണ്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആറ്റിൽ മഴക്കാലത്ത്. അപ്പം ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി മറക്കരുത്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല നമ്മുടെ സ്റ്റിക്ക് ഒടിഞ്ഞു പോയ ഒരു വീഡിയോ നമ്മുടെ കിടപ്പുണ്ട്, അതുകൂടെ ഒന്ന് കാണാൻ വേണ്ടി മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ ആ ചാമരെ നമുക്ക് ഇനി നേരെ സ്റ്റിക്ക് ഒന്ന് റെഡിയാക്കാൻ വേണ്ടി പോയേക്കാം. ഓക്കെ, അപ്പോൾ ആ ചാമരെ നമ്മൾ നേരെ പരിപാടി തുടങ്ങാൻ വേണ്ടി പോകണം. അപ്പം നമ്മുടെ സ്റ്റിക്ക് ഇതാട്ടോ. അപ്പം നമ്മൾ കലാപ്പരടി കഴിഞ്ഞിട്ട് ഇന്നാണ് നമ്മൾ എടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ നോക്കുവാണല്ലേ, എൻ്റെ ഫ്രോക്ക് ഇരിക്കുന്നുണ്ടോ, ഫ്രോക്കൊക്കെ മാറി ഹുക്കൊക്കെ വെളിയിൽ വന്ന് സ്റ്റിക്ക് നോക്കുവാണെങ്കിൽ ഉണ്ട് ഒന്നൊടിഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഭാഗം, മൂന്നാമത്തെ ഭാഗം. ഓക്കെ, അപ്പം മേൽഭാഗം മാത്രമേ ഒടിഞ്ഞു പോയിട്ടുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ഇതാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബ്രൈഡൊക്കെ കയറി കുരുങ്ങി ആകെപ്പെടാം. നോക്കി ഈ കുരുക്കൊക്കെ നമ്മൾ എങ്ങനെ അടിക്കുന്ന ഒരു പിടുത്തം വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ അടിച്ചെടുക്കണം. അപ്പം ഇതൊക്കെ അടിച്ചിട്ട് നമുക്ക് കാണിക്കാവേ. ഫ്രോ ഒക്കെ അടിച്ച് നമ്മൾ മാറ്റി ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു വശം നമ്മൾ അഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഇതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒടിഞ്ഞു വരുന്ന പീസ് ഉണ്ട് ഇതൊക്കെ കേട്ടോ. ഈ ഒരു 3 പീസായിട്ടാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും മുകളിലത്തെ ഭാഗം കേട്ടോ. ഇതാണ് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നോക്കുവാണല്ലേ, പിന്നെ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനമാണ് നമ്മളിനി കാണിക്കാൻ വേണ്ടി പോകുന്നത്, റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്ന ചെറിയൊരു ട്രിക്ക് കേട്ടോ. ഇതിന് ആവശ്യമുള്ള സാധനം നോക്കുവാണെങ്കിൽ മെയിനായിട്ട് വേണ്ടതുണ്ട് ഒരു പശ. ഓക്കെ, നല്ലൊരു പശ എടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു 3 സൈസ് കമ്പി, ഇത് 2 കുടക്കമ്പി കേട്ടോ. പിന്നെ ഇത് വേറൊരു കട്ടി ഉറഞ്ഞൊരു കമ്പി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ 3 കമ്പി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രൈഡാണ് കേട്ടോ. കുപ്പിയിൽ ഇങ്ങനെ ചുറ്റി എടുത്ത് നോക്കണം നമ്മുടെ ബ്രൈഡെ. അപ്പം ഇത് ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ എൻ്റെ ഈ ഒരു പ്ലെയർ എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്ലെയറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനമാണ് വേണ്ടത് റെഡിയാക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല കേട്ടോ. ഇതിന് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് നമ്മൾ മാറ്റി വെക്കുക. ഈ ഒരു സംഭവം നമ്മൾ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും കട്ടി പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു കമ്പി പീസ് കണ്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ ഒന്ന് കയറ്റി വിടുക. ഓക്കെ, ഇത് വെച്ച് ടൈറ്റിലാണ് കയറി പോകുന്നത്. ഇതങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. ബാക്കി ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാം. പിന്നത്തെ അടുത്ത അതേ ഭാഗം തന്നെ തിരിച്ച് അതേ കൃത്യത്തെ കൂടെ ഇറക്കി വിടുക. എങ്ങനെയാണ് ഒടിഞ്ഞു പോയത് അതേ രീതിയിൽ. ഇപ്പോൾ നമുക്കറിയാമല്ലോ ഈ ഒരു ഹോളൊക്കെ ഉണ്ടല്ലോ, കറക്റ്റ് മാച്ചായിരിക്കണം. ഇത് വ്യത്യാസമൊന്നും വരില്ല. കറക്റ്റ് രീതിയിൽ വെക്കുക. പിന്നെ നമ്മൾ
നമ്മുടെ പശ കേട്ടോ, പശയുടെ മണ്ടവശം ഒന്ന് പൊടിച്ചിടാവേ. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഗീസപ്പോൾ ഒന്ന് സെറ്റായിട്ട് വരും ഇപ്പോൾ. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ കൈ ഒട്ടി കേട്ടോ. ഇനി നമ്മൾ ബ്രൈഡ് ചുറ്റിയെടുക്കാൻ വേണ്ടി പോട്ടോ. അപ്പം ഇത് കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബലമായിരിക്കും. അപ്പം നമ്മൾ ഒടിഞ്ഞു പോയ പീസ് തൊട്ട് അങ്ങറ്റം വരെ ബ്രൈഡ് ചുറ്റാൻ വേണ്ടി പോണേ. അപ്പം ബ്രൈഡ് ചുറ്റുന്നതിന് മുന്നേ നമ്മളിതിൻ്റെ ഇച്ചിരി താപ്പോടെ എടുത്തിട്ട് ഒരു തുള്ളി ഒട്ടിച്ചിട്ട് അതിലോട്ട് ബ്രൈഡ് ഒന്ന് മുട്ടിച്ച് പിടിച്ചാൽ മതി. പോകുന്നത് ഈ ഒരു നൂലുണ്ടല്ലോ ഗീസ്, ഇതിങ്ങോട്ട് റൗണ്ടിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചുറ്റി 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 ഉണ്ട് ഇവിടെ വരെ എടുക്കാൻ വേണ്ടി പോണേ. അപ്പോൾ അതൊന്ന് ചുറ്റി കാണിക്കാവേ. ബ്രൈഡ് കണ്ട് ഇതുപോലെ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വലിഞ്ഞ് ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചെയ്തത് നല്ല ടൈറ്റ് വേണം. ഇതിങ്ങനെ ചുറ്റി 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 എടുക്കാം കേട്ടോ. അങ്ങനെ നമുക്കിത് മൊത്തം ഒന്ന് ചുറ്റിയെടുക്കാവേ. അപ്പോൾ ചുറ്റി ഒരു ഇത്രയും ആകുമ്പോഴത്തേന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി പശയും കൂടെ ഒഴിച്ച് സെറ്റാക്കി കൂടെ എടുക്കാം കേട്ടോ. നല്ല ഇത് മൊത്തം തീർത്തിട്ട് കാണിക്കാവേ. അപ്പോൾ വെച്ചാൽ വരെ നമ്മളങ്ങനെ ഇതിനകത്തൊരു ചെറിയൊരു കമ്പി കയറ്റിയിട്ട് നമ്മൾ നൂല് വെച്ച് ചുറ്റി പശയൊക്കെ ചോദിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അകത്തെ കമ്പിക്ക് കട്ടിക്കുറവ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് വലിച്ചാൽ തന്നെ ഇത് വളഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒടിഞ്ഞു പോകുന്നില്ല, വളഞ്ഞു വരത്തേ ഉള്ളൂ. അപ്പം അതൊന്ന് പോകാൻ വേണ്ടി നമ്മൾ ഇതുപോലത്തെ ഒരു കുടക്കമ്പി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഈ ഒരു മുട്ട് വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അത് നല്ലൊരു കുടക്കമ്പിയുടെ പീസ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മണ്ടവശം വെക്കണം, അടിവശത്ത് വരത്തില്ല. അതുകൊണ്ട് നമ്മളിതിൻ്റെ മേൽവശത്ത് നമ്മളിതുപോലൊന്ന് സെറ്റാക്കി വെക്കുക. അപ്പോൾ വെച്ചാൽ അങ്ങനെ നമ്മൾ നേരെ നൂല് ഇവിടെ തൊട്ട് ഇങ്ങനെ അറ്റം വരെ നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. അതായിട്ട് നമ്മൾ നേരെ പശയിനകത്തോട് ഒഴിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല തന്നെ കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു കുടക്കമ്പി എന്തിനാണ് മേളിൽ കൂടെ കൊടുത്തതെന്ന് നോക്കി. അപ്പോൾ ഈ ഒരു കുടക്കമ്പി ഈ ഒരു ചെറിയ പീസിനകത്തോടെ കുടക്കമ്പി കയറി പോകത്തില്ല. അതിനാണ് നമ്മൾ വേറൊരു ചെറിയൊരു പൊടിയായിട്ടുള്ളൊരു കമ്പി കയറ്റിയിട്ടത്. അപ്പോൾ അത് പിടിച്ച് കഴിഞ്ഞാൽ വളഞ്ഞു പോയായിരുന്നു. അപ്പോൾ അതിനൊരു സപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മൾ മേളിൽ കൂടെ നമ്മൾ വെച്ചിട്ട് ഒന്നുകൂടെ ചുറ്റിയെടുത്ത കേട്ടോ. അപ്പോൾ എന്തായാലും ഇച്ചിരി നല്ല ബലമായിട്ടുണ്ട്. ഇനിയും മേളിൽ കൂടെ വെച്ച് പോകണമെന്ന് ആവശ്യമില്ല. കാരണം ഈ ഒരു കുടക്കമ്പി ഇതിനകത്തോടെ ഇനി സിമ്പിളായിട്ടുണ്ട് കണ്ടോ, ഇത് സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല രീതിക്ക് ഒന്ന് കുത്തിക്കിട്ടേക്കെങ്കിൽ അതിൻ്റെ ഇത്രയും ബാക്കി നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു പീസ് തിരിച്ച് നമ്മൾ മറ്റേ പീസിൻ്റെ അറ്റത്തോട്ട് തന്നെ ഇതുപോലെ കയറ്റി വിടുക. കയറ്റി വിടുമ്പോൾ നമുക്ക് നമ്മുടെ സംഭവം റെഡി ആവും കേട്ടോ. ഇനി ചുറ്റി കഴിഞ്ഞാൽ ഇതും അങ്ങനെ ഒടിഞ്ഞൊന്നും പോകത്തില്ല. ഇതും കൂടെ നമുക്ക് ഫുള്ളൊന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ വെച്ചാൽ അങ്ങനെ നമ്മൾ അതും ചുറ്റിയെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചുറ്റിയെടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് കേട്ടോ. ഇതിൻ്റെ പുറത്ത് ഇനി വേറെ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല. മീൻ അടിച്ചാൽ പെട്ടെന്ന് ഇനി ഒടിഞ്ഞു പോകുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സെറ്റപ്പായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ഈ ഒരു നൂലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ വൃത്തിയോട് മാറാൻ വേണ്ടി നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ഉണ്ടല്ലോ ഗൈസ്, ഈ ഒരു ബ്ലാക്ക് ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പം ഈ ഒരു വൃത്തിയോടെ അങ്ങ് മാറിക്കിട്ടും. ഇപ്പം കാണിച്ചു തരാം. ഇങ്ങനെ ചുറ്റുന്നു. ഇനി ചുറ്റി അങ്ങ് നമ്മൾ അങ്ങ് അറ്റം വരെ അങ്ങ് നല്ല ടൈറ്റ് ചുറ്റും. അപ്പോൾ അതിൻ്റെ ബലം കൂടെ ആകുമ്പോഴത്തേന് സെറ്റാകും കേട്ടോ. വെച്ചാൽ നമ്മൾ ആ ഇൻസുലേഷൻ ടേപ്പ് പിടിച്ചപ്പോൾ ആ ഒരു വൃത്തിയായിട്ട് മാറി കിട്ടി കേട്ടോ. അപ്പോൾ എന്തായാലും സാധനം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഇനി നമ്മൾ എന്തായാലും ഒരു ഫിഷിങ്ങിന് പോകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാവേ. അപ്പോൾ വെച്ചാൽ അങ്ങനെ നമ്മുടെ ബ്രാവോടെ സ്റ്റിക്കൊക്കെ നമ്മൾ റെഡിയാക്കി നമ്മൾ നേരെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാമെങ്കിൽ നമുക്ക് ഇന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ളൂ. ഓക്കെ, അപ്പം സ്റ്റിക്ക് എത്രമാത്രം ബലം ഉണ്ടെന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇടയ്ക്ക് വരുന്ന സ്പോട്ട് തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ട് അവിടെ വെച്ചാണ് അന്ന് മീൻ അടിച്ച് നമ്മുടെ സ്റ്റിക്ക് ഒടിഞ്ഞു പോയത്. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ കാസ്റ്റ് നമുക്ക് തുടങ്ങാവേ. കാസ്റ്റ് ചെയ്യാവേ. ഗീസ് അടിപൊളി ഒരു മഴ കേട്ടോ. മഴ ചതിച്ച് ഗീസ്. ഇത്രയും വലിയ മഴയത്ത് മീൻ അടിക്കാൻ പറ്റും എനിക്കറിയത്തില്ല കേട്ടോ. എന്നാൽ പോലും നമ്മൾ കാസ്റ്റിങ്ങിന് ഇറങ്ങിയാണ്. നമ്മുടെ സ്റ്റിക്ക് എങ്ങനെ ഉണ്ട്, മീൻ അടിച്ചാൽ പോവില്ലെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയാണ്. വല്ല മീൻ വല്ലതും അടിച്ചാലേ നമുക്ക് അറിയത്തുള്ളൂ.
നീണ്ടു നിൽക്കുമോ അതോ പണി കിട്ടുമോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഉണ്ടാക്കിയ സ്ഥിതിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. മീൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്കതോടെ കാണിച്ചു തരാമായിരുന്നു. നമ്മൾ റോഡിൽ കൂടെ നടക്കണം, ഫിഷിങ്ങിന് നമ്മൾ റോഡിൽ കൂടെ പോകണേ. നമുക്ക് റോഡിൽ നിൽക്കുന്ന അതിഥികളെ കണ്ട കേട്ടോ ഉള്ള ആടൊക്കെ ഇവിടെ നിന്ന് കഴിക്കട്ടോ. റോഡ് സൈഡിലുള്ള പോച്ചൊക്കെ കഴിക്കണേ. നമ്മൾ വീണ്ടും താപ്പോട്ടാക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടേ. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം കണ്ടോ, ഇതിനതെല്ലാം പൊടിമീൻ കയറി കിടക്കും കേട്ടോ. അപ്പോൾ അവന് ഇറങ്ങിപ്പോകാനുള്ളൊരു പ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അങ്ങ് പെട്ടു കേട്ടോ. അടുത്ത മഴവെള്ളം വരുമ്പോഴേ ഇവിടുന്ന് മരമൊക്കെ ഇറങ്ങിപ്പോത്തുള്ളൂ. ഇതിൽ അതിനകത്ത് പെട്ട് കിടപ്പുണ്ടേ. ഓക്കെ, വണ്ടി കൂടി ഇങ്ങനെ ബസ്സൊക്കെ പോകുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് കാസ്റ്റിങ്ങിന് പോവേ. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേണ്ട അതിലെ അങ്ങോട്ട് വഴിയുണ്ട്, അതിലെ അങ്ങോട്ട് കയറിയാനുള്ള നല്ല സൗകര്യമുണ്ട്. അവിടെ ചേരാൻ കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ വെള്ളം താഴെ കയറിയോണ്ട് കാണാൻ തോന്നും. അവിടെ എപ്പോഴും ചേരുന്ന കിടക്കുന്നുണ്ട്. ആ വീടിൻ്റെ ഇടയിൽ അങ്ങോട്ട് അതുവഴി പോകാൻ പറ്റും ഇങ്ങനെ. അതിലെ അങ്ങനെ വഴിയുണ്ട്. ഓക്കെ കുറച്ച് ഏറെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. ഇതുവഴിയിലായിരുന്നു ഇങ്ങനെ പോന്നേ. ഒരു മീൻ അടിച്ചു കേസ്. എൻ്റെ മോനെ ചേറ് മീനാണ് ഗൈസ്. ഓക്കെ, ഒരു ചേറ് മീൻ അടിച്ചു കേട്ടോ എൻ്റെ മോനെ. ഇപ്പോൾ നമ്മുടെ ഫ്രോഗ് നിങ്ങൾ കണ്ടല്ലോ, അടിപൊളി ഫ്രോഗാണ്. നമുക്കൊരു ചേറ് മീൻ. ഓക്കെ, നമുക്ക് ഒരു അടിപൊളി ഒരു കുഞ്ഞനെ വലിയ ഒന്നല്ലോ കേട്ടോ, കുഞ്ഞനൊരു ചേറുമീനൊക്കെ അടിച്ചു കയറ്റാൻ വേണ്ടി പറ്റുമോ. അപ്പം സ്റ്റിക്കിൻ്റെ സൈസ് ഒന്ന് കാണിക്കാതെ. അയ്യോടാ, എന്തായാലും വെച്ചാൽ സ്റ്റിക്ക് നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്റ്റിക്കാണേ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല രീതിക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നോക്കി, നമ്മുടെ സ്റ്റിക്ക് നിൽക്കുന്നുണ്ടോ, വളഞ്ഞ് നിൽക്കുക കേട്ടോ. ഇതുവരായിട്ടും ഒടിഞ്ഞു പോവോ വേറെ ഒരു വിഷയമില്ല. സ്റ്റിക്ക് നല്ല പട്ടപ്പനായിട്ടിപ്പുണ്ട്. നമുക്കൊരു അടിപൊളിയൊരു ചേറാനി അടിച്ചു തരാൻ വേണ്ടി പറ്റും കേട്ടോ. നോക്കി, സൈസ് ഉണ്ടോ ചോദിച്ചാൽ ഐറ്റംസ് അല്ല, നല്ല ഫുള്ള് നല്ല വൈറ്റ് കളർ. ഞാൻ ഓർത്തു വിയറ്റ്നാം വരാല്ലാന്ന് കേട്ടോ. പക്ഷേ ഒരു കുഴപ്പമില്ലാത്തൊരു ചെറുമീനെ, നല്ല രീതിക്ക് ബ്ലഡ് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ മോനെ ബുദ്ധിമുട്ടുണ്ടിക്കുന്നത് സാധനം കണ്ട ഇത്രയുണ്ട്. നമ്മുടെ ഹാൻഡലിൻ്റെ അവിടുന്ന് ഇത്രയും വലിപ്പമുള്ളൊരു ചെറുമീൻ കേട്ടോ. ചെറുമീൻ്റെ കുഞ്ഞാട്ടോ. ചമാരെ, നമുക്ക് തന്നെ ഈ ഒരു മുതലിനെ അടിച്ചു കയറ്റാൻ കാരണം വെച്ചാൽ ഒരു അപ്പച്ചനാണ്. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു സൈഡിലാണ്, റോഡിൻ്റെ ആ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ അടുത്തോട്ടൊരു അപ്പച്ചൻ വന്നു. ചിലപ്പോൾ ആ ഒരു അപ്പച്ചൻ്റെ വോയിസ് ചിലപ്പോൾ നമുക്ക് അത് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അതെന്തായാലും നമ്മൾ കേൾപ്പിക്കുന്നതായിരിക്കും. കാരണം വെച്ചാൽ അപ്പച്ചനാണ് പറഞ്ഞ് അവിടെ നിൽക്കുന്നേക്കാളും ഈ ഒരു സ്പോട്ട് ഇവിടെ വന്നു വെച്ചാൽ ചിലപ്പോൾ ചെറുമീൻ അടിക്കാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഇവിടുത്തെ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി. അപ്പോൾ എന്തായാലും വെള്ളം വീണ്ടും കയറി വന്നതാണ്.
അപ്പോൾ എന്തായാലും ഒന്നുകൂടെ നീ നോക്ക്, ചിലപ്പോൾ നിനക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു വഴിയൊക്കെ എനിക്ക് അപ്പച്ചനോട് പറഞ്ഞത്. ഓക്കെ, അപ്പച്ചൻ കാരണമാണ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു മുതലിനെ നമുക്ക് കയറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റിക്ക് നമ്മുടെ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് നോക്കാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും അപ്പച്ചനാണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചെറുമീൻ്റെ കുഞ്ഞിനെ നമുക്ക് കിട്ടത്തില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും അത്യാവശ്യം ആവറേജുള്ളൊരു ചെറുമീൻ്റെ കുഞ്ഞാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റിക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോഴേക്ക് നമ്മൾ നോക്കുവാണല്ലേ നമ്മുടെ ബ്രാവോയുടെ സ്റ്റിക്ക് ഞാൻ ഓർത്തു നല്ല രീതിക്ക് വളഞ്ഞു കഴിഞ്ഞാൽ ഒടിഞ്ഞ് പറഞ്ഞതൊക്കെ ഒന്നുകൂടെ പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്തായാലും നമ്മൾ കുടയുടെ കമ്പിയൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു ബെൻഡായിട്ടുണ്ട്. ഓക്കെ, ചെറുതായിട്ടൊരു വളവ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും മീൻ പിടിക്കാനൊക്കെ പറ്റും, എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ പറ്റും. ശരിക്കുണ്ടോ, ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ ബെൻഡായി പോയിട്ടോ. അപ്പോൾ എന്തായാലും ഇത് വെച്ച് നമ്മൾ ഇനി വലിയതായിട്ടൊന്നും ഫിഷിങ്ങിനൊന്നും പോകത്തില്ല. കാരണം നമ്മൾ പുതിയൊരു സ്റ്റിക്ക് എന്തായാലും നമ്മൾ എടുക്കുന്നതായിരിക്കും, എന്നിട്ടായിരിക്കും നമ്മൾ ഫിഷിങ്ങിന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഉടനെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോ കാണാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ഇവിടെ ഒന്നുകൂടെ ഒന്ന് കാസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സ്റ്റിക്ക് മീൻ പിടിക്കുമെന്നൊക്കെ പറഞ്ഞാൽ മീൻ പിടിച്ചിരിക്കും, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാവേ. വീണ്ടും കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ എന്താ ഒടിഞ്ഞു പോയ സ്റ്റിക്കൊക്കെ തന്നെ നമ്മൾ റെഡി ആക്കിയിട്ട് നമുക്ക് കാസ്റ്റിങ്ങിന് വന്നു. നമുക്ക് അടിയായിട്ടുള്ള ചെറുമീൻ്റെ കുഞ്ഞിനെ അടിച്ചു തരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കിലുണ്ട് കണ്ട കാര്യം നല്ല മഴയാണ്. അപ്പോൾ മഴയും പിടിച്ച് എന്തായാലും കാസ്റ്റിംഗ് തുറന്നിട്ട് കാര്യമില്ല, കാരണം മീൻ അടിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വീഡിയോസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഇതിനേക്കാളും കിട്ടായിട്ടുള്ള ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. അടുത്തൊരു കിട്ടായിട്ടുള്ള ഒരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.